ഹലോ. അപ്പോൾ ഇതാണ് ഞാൻ ഗ്രീഷ്മേച്ചി കൊടുത്ത ഗിഫ്റ്റ്. എല്ലാം പല സ്ഥലത്തു നിന്ന് വാങ്ങിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങ് പാക്ക് ചെയ്തേക്കാം. പിന്നെ എനിക്കിങ്ങനെ ഗിഫ്റ്റ് വാങ്ങാനും പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏട്ടൻ കൊടുക്കാനുള്ള ഗിഫ്റ്റും എൻ്റെ ഗിഫ്റ്റ് സുജിയേച്ചിയുടെ ഗിഫ്റ്റും ഒക്കെ ഞാൻ തന്നെയാണ് പാക്ക് ചെയ്തത്. ഞാൻ വാങ്ങിയ ഓരോ ഗിഫ്റ്റിലെയും ഓരോ സാധനവും അത്രയും ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തതും കൂടെയാണ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇവിടെ ഒരാൾ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടി. ഞാൻ നോക്കുമ്പോൾ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് മറ്റൊരു കാർഡ്ബോർഡ് പീസിന്റെ മേലെ ഒട്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നെ അവളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ബുദ്ധിപരമായ കഴിവുകൾ ഉപയോഗിച്ച് അതെങ്ങനെയൊക്കെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും പരിപാടി കണ്ട കാന്ത ആകർഷിക്കുന്ന പോലെ എന്നെ അങ്ങോട്ട് ആകർഷിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടുന്ന് പോയത്. അവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റ് എടുക്കാൻ പോയ ഞാനായിരുന്നു. പിന്നെ അവരെ വിളിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനാണ് തിരക്ക് പിടിച്ച് എവിടെയോ പോകാനും ഉണ്ടായി. അതുകൊണ്ട് അവന്റെ ഗിഫ്റ്റ് എന്നോട് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞ അവനങ്ങ് പോയി. ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തത് ശ്രീകുട്ടിക്കായിരുന്നു. അവൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഗിഫ്റ്റ് കാണിച്ചു കൊടുത്തു. അവൾക്കൊരു മഞ്ഞ ടെഡി ബെയറാ കിട്ടിയത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാങ്ങിയവർ തന്നെ എന്താ പിന്നെയും പിന്നെ വാങ്ങുന്നത്. പകുതി ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെയൊക്കെ ഗിഫ്റ്റ് ഞങ്ങൾ തന്നെ പൊട്ടിച്ചു. അതായത് വരാത്തവരുടെ ഏട്ടൻ, അനിയൻ, ഭാര്യ, ഭർത്താവ് അങ്ങനെയുള്ളവരൊക്കെ അവരവരുടെ ഗിഫ്റ്റ് വാങ്ങി പൊട്ടിച്ചു. ഇതാണ് എനിക്ക് കിട്ടിയത്. ഒരു ഫ്ലവർ വൈസ് ആയിരുന്നു. പിന്നെ എന്റെ സൗണ്ട് പാറപ്പുറത്ത് ചിരട്ടിയിട്ട് ഉറക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ചുമയുള്ളത് കൊണ്ട് എന്റെ തൊണ്ടക്കും സൗണ്ടിനും എന്തോ പറ്റിയിട്ടുണ്ട്. ഇത് ഇവന് കിട്ടിയതല്ല, ഇവന്റെ അനിയത്തിക്ക് കിട്ടിയത്. പക്ഷെ അവൻ നാഗവല്യ ആഭരണങ്ങൾ എടുത്ത് കാണിക്കുന്ന പോലെ കണ്ടാ വിചാരിക്കും അത് അവന് കിട്ടിയതാണ്. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പുൽക്കൂടിന്റെ അടുത്തേക്ക് പോയി. ഞാൻ ചെല്ലുമ്പോഴും ആ പെണ്ണ് അവിടെ നിന്ന് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതിന്റെ ഡെക്കറേഷൻ ഇനിയും കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ സാധനം ഇപ്പുറത്തും ഇപ്പുറത്തെ സാധനം അപ്പുറത്തും ഒക്കെ വെച്ച് ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കി എടുത്തു. പിന്നെ ഇതാ ഈ സാധനത്തിനെ കണ്ടോ? എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വന്നിരുന്നിട്ട് പറയാ ഇത് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ മതി. ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട, അത് അവൾ ഉണ്ടാക്കിയതാണേ. എല്ലാരും വിശ്വസിച്ചില്ലേ? പിന്നെ മെഴുകുതിരി വാങ്ങാൻ പോയപ്പോ കടയടച്ചു പോയത് കൊണ്ട് ചിരാത് വെച്ച് ഞങ്ങൾ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ചിരാത് ദീപാവലിക്ക് മാത്രമല്ലടാ, ക്രിസ്മസിന് യൂസ് ചെയ്യാം. ഈ ഐഡിയ എന്റെ അല്ല, ഷീബേച്ചിയുടേതായിരുന്നു. ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയപ്പോ പുൽക്കൂട് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. ഹായ് ഗായ്സ്, അപ്പം പോവുകയാണ്. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പം കാണാം. ഇതാണ് നമ്മളെ മര്യാദയ്ക്ക് വീഡിയോ എടുത്തോണ്ടിരുന്ന എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോയി എടുത്ത വീഡിയോ ആണത്. ഇത് ഞാൻ ഇട്ടത് കണ്ടാൽ ചിലപ്പോൾ അവളെന്നെ തല്ലിക്കൊല്ലുമായിരിക്കും. എന്നാലും സാരില്ല.